വൈകുന്നേരം പുറത്തു പോകാൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ മഴ ചാടി തുടങ്ങി. എന്ത് ചെയ്യാനാണ് നോക്കിയാൽ അവർ പറഞ്ഞതനുസരിച്ചിട്ട് ഇനി 2-3 ദിവസം നല്ല മഴ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഓൾറെഡി തണുപ്പും കുറച്ച് കൂടി തുടങ്ങി. ഇപ്പം വീട്ടിൽ വെറുതെ ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കാൻ പോലും പറ്റില്ല ഹീറ്ററില്ലാണ്ട്. പക്ഷെ എത്ര ഹീറ്റർ ഇടും, കറണ്ടിൻ്റെ ബില്ലും അതുമാതിരി തന്നെ വരും. ഇതുവരെ നമ്മൾക്ക് ആക്ച്വലി കറണ്ടിൻ്റെ ബില്ല് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ചോദിക്കണം ഓർഡറിനോട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. എനിക്കുണ്ടല്ലോ എൻ്റെ റൂമിൻ്റെ കുറച്ച് സെറ്റിങ് ചെയ്യാനുണ്ട്. കാരണം ഞാനിപ്പോൾ എവിടെയാണ് എൻ്റെ ടേബിളുള്ളത്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇതുണ്ടല്ലോ, എനിക്ക് അധികം സ്പേസ് ഇല്ല പിന്നിലേക്ക്. ഇത് കണ്ട, ഇത്രേ ഉള്ളൂ. എനിക്ക് തിരിക്കാൻ പോലും ശരിക്കും പറ്റൂലത്. ഇപ്പോൾ തിരിക്കാന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നിൽ എനിക്കത് എൻ്റെ ബാക്കിന് വേണ്ടിയിട്ട് ഐ കനോട്ട് യൂസ് ദിസ് ചെയർ പ്രോപ്പർലി. അപ്പോൾ നമ്മൾ വിചാരിക്കാന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങോട്ടേക്ക് ആക്കാം, ഈ കോർണറിൽ. ഈ അൽമാരി എടുത്തിട്ട് അങ്ങോട്ടേക്ക് ആക്കാം. ബേസിക്കലി അൽമാരിയുടെ വിഡ്ത്ത് അധികമില്ല, ഇതിൻ്റെ വിഡ്ത്താണ് കൂടുതൽ ഈ ടേബിളിൻ്റെ. ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് അറിഞ്ഞൂടെ ടേബിൾ, പക്ഷേ അതനുസരിച്ച് ഈ ടേബിളിൻ്റെ വിഡ്ത്ത് ഉണ്ട്. അപ്പോൾ ഇവിടെ അൽമാരി ഈസിലി വരും. അപ്പോൾ കുറച്ച് നമ്മൾ ഇത്ര സ്പേസ് കൊടുത്താലും ഇവിടെയും വരെ അൽമാരി വരുള്ളൂ. ഇറ്റ്സ് ഈസി ടു ഓപ്പൺ ഓൾസോ, ആക്സസ് ഓൾസോ. അപ്പോൾ ബെഡിൽ നമ്മൾക്ക് പ്രശ്നമൊന്നുമില്ല. ഈ ബെഡ് കുറച്ചൊന്ന് ആക്ച്വലി നമ്മൾ ചെറിയ സൈസാണ് മേടിച്ചത്, ക്വീൻ സൈസ്. പക്ഷേ എന്നാലും ഈ റൂമിനനുസരിച്ച് വലുതാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാൻ പോകുന്നു. ഓക്കെ, നമുക്കെന്തായാലും ഇന്ന് പുറത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ വീട്ടിൽ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇത് തന്നെ. സോ ലെറ്റ്സ് ഡു ഇറ്റ്. പിന്നെ ക്യാമറ ആ ആംഗിൾ നിന്നായിരിക്കും, കാരണം ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്, ഓൺലൈൻ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് പിക്ചേഴ്സും ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് അപ്പോൾ ആ ബ്ലറി എഫക്റ്റ് നല്ലത് നമുക്ക് കിട്ടും. അപ്പോൾ നല്ലൊരു ലുക്കും കിട്ടും. എന്തായാലും നമ്മൾ ലൈറ്റൊക്കെ മേടിച്ചല്ലേ, അപ്പോൾ ആ ഒരു സെറ്റിങ് അങ്ങോട്ട് ചെയ്യാം. ഒരു ചെറിയൊരു ഹോം സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് അങ്ങനത്തെ കുറേ പ്ലാനിങ്ങൊക്കെ ചെയ്യേണ്ടി പോയി. സാധാരണ നമ്മൾ ചെയ്യാറില്ല, പക്ഷേ നൗ ലെറ്റ്സ് ഡു ഇറ്റ്. ഇത് ആദ്യത്തെ സെറ്റപ്പിൽ ആലോചിച്ചില്ല, സാധനങ്ങൾ വന്ന് അതിൻ്റെ സൈസൊക്കെ അപ്പുറപ്പുറമായി പോയി. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇപ്പോൾ ബേസിക്കലി ഇപ്പോഴത്തെ സെറ്റപ്പിൽ എൻ്റെ ടേബിളിൻ്റെ സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ സെറ്റിൽ കണ്ട ഒന്ന് ഈ ആംഗിൾ എനിക്ക് കിട്ടുള്ളൂ. പിന്നെ എനിക്ക് എൻ്റെ ചെയർ ഇങ്ങോട്ടേക്ക് വലിക്കേണ്ടി വരും. പിന്നെ വാള് വളരെ ക്ലോസ് ആണ്. നമ്മളെപ്പോഴും വീഡിയോ സെറ്റപ്പൊക്കെ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് പിന്നിലെ സംഭവം കുറച്ച് ഡിസ്റ്റൻസ് വേണം, എന്നാലും നമുക്ക് അതിൻ്റെ ഡെപ്ത് ഓഫ് ഫീൽഡ് കിട്ടുള്ളൂ. പിന്നെ ഒന്നാമത്തെ ഈ വാളിന്മേ അധികം ഒന്നുമില്ല താനും. അപ്പോൾ ഇത് സോറി കേട്ടോ, ഞാൻ അതിൻ്റെ ഇടയിൽ കുറേ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഒരു ആംഗിൾ ഓഫ് വ്യൂ ആയി. ഇത് കുറച്ചും കൂടി ഒന്ന് പിന്നിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചാൽ എങ്ങനെ ഉണ്ടാവുന്നത്. പിന്നെ സെക്കൻഡ് ആംഗിൾ ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ പിന്നിൽ നല്ല ഡെപ്ത് ഓഫ് ഫീൽഡൊക്കെ ഉണ്ട്. എന്നാൽ പിന്നിൽ കോർണർ എനിക്ക് നല്ല ഇതിൽ കിട്ടും. പക്ഷേ ആ കേർട്ടൻ്റെ വ്യൂവും പിന്നെ വേറെ നമുക്കൊന്നും ഇടാൻ പറ്റില്ല. വേണ്ടെച്ച ഒരു പിക്ചർ അവിടെ വേണ്ടെച്ച ആ ഭാഗത്തേക്ക് ഇടാം, എന്നാൽ പിന്നെ നമുക്കൊരു നല്ലൊരു ഡെപ്ത് ഓഫ് ഫീൽഡ് മാതിരി കിട്ടും. നമുക്കൊന്ന് സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു ലുക്ക് വേണം ആക്ച്വലി നമ്മുടെ റൂമിൽ. അപ്പോൾ ഇതും അത്ര ഇതില്ല. അതുമാത്രമല്ല, പിന്നെ എനിക്ക് ഇവിടുന്ന് മൂവ് ചെയ്യാൻ കണ്ട അധികം മൂവ്മെൻറ്റ് എനിക്ക് കിട്ടണില്ല. ഇത് ഭയങ്കര റെസ്ട്രിക്റ്റഡ് മൂവ്മെൻറ്റ് മാതിരിയാണ് എനിക്ക്. പിന്നെ ഒരു വ്യൂ ഉള്ളത് ഈ ലെങ്തി വ്യൂ ഉള്ളൂ. ഈ ലെങ്തി വ്യൂവിൽ നമ്മളുടെ ഇത് കണ്ട ഞാനൊരു കംപ്രസ്ഡ് ആയ മാതിരിയാണ് ഒരു കോർണറിൽ ഈ വ്യൂവിൽ നമ്മൾക്ക് കിട്ടുന്നത്. പിന്നെ എനിക്ക് ആ വ്യൂ ചേഞ്ച് ആക്കുന്ന വെച്ചാൽ പിന്നെ എനിക്ക് മുമ്പിൽ വരണം. ഞാൻ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ പിന്നിലത്തെ സംഭവങ്ങളൊക്കെ കുറച്ചൊന്ന് ബ്ലറി ഇതായിട്ട് തോന്നുള്ളൂ. അപ്പോൾ ഈ ഡിസ്റ്റൻസിങ് നമ്മൾക്ക് വേണം. പക്ഷെ ഇത് കാരണം അഗെയിൻ എൻ്റെ ബെഡ് കാരണം എനിക്ക് മൂവ്മെൻ്റ് ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒക്കെയാണ് നമ്മൾ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് കണ്ടില്ലേ, ഇത് ഭയങ്കര ഇതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതൊരു ബിഫോർ ലുക്കാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇത് ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ആഫ്റ്റർ ലുക്കും നോക്കാം. പിന്നെ അൽമാരി എന്ന് പറഞ്ഞാൽ അൽമാരിയിൽ നിന്ന് കുറേ സാധനങ്ങൾ മാറ്റാണ്ട്. അയ്യോ എൻ്റെ അമ്മേ, എൻ്റെ പെണ്ണുമ്പിള്ള എന്നെ ഒന്ന് കൊല്ലും. അവൾ പറഞ്ഞ് ഇത് കണ്ട ഇതൊക്കെ ഇപ്പോഴും നമ്മളുടെ ഒരു അൽമാരി കൂടിയും വരാനുണ്ട്. ആ ഒരു അൽമാരി കൂടിയും വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങൾ സ്പെഷ്യലി ക്ലോത്തിങ് ശരിയാവുള്ളൂ. ഇപ്പോൾ ആ സാധനങ്ങൾക്ക് വയ്ക്കാനുള്ള സ്ഥലം എല്ലാതും കൂടുതൽ നമ്മൾ ഡംപ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഈ ബെഡിൻ്റെ സ്റ്റോറേജിൽ. ഒരു അൽമാരും കൂടി വന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ശരിയാവുള്ളൂ. എനിവേസ് അത് പിന്നെ ഇപ്പോൾ തൽക്കാലം നമ്മളൊരു ബഡ്ജറ്റിൽ നടക്കുന്നുണ്ട് ഇതല്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് സംഭവങ്ങളൊക്കെ ഒന്ന് ഡിസ്മാൻഡിൽ ചെയ്യാൻ തുടങ്ങി. ഇത് ഡിസ്മാൻഡിലല്ല ചെയ്യുന്നത്, സംഭവം എന്ന് പറഞ്ഞാൽ എടുത്ത് പുറത്ത് വെച്ചിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കാം. സോ ലെറ്റ്സ് ബിഗിൻ. എൻ്റെ ടേബിളിൽ നിന്ന് അധികം ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അത് നേരെ നമ്മൾക്ക് ഇങ്ങനെ വലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടേബിൾ വയ്ക്കാൻ പറ്റും. പക്ഷേ മെയിൻ സാധനമാണ് നമ്മുടെ അൽമാരി. അപ്പോൾ അൽമാരി ആദ്യം അങ്ങോട്ട് നമുക്ക് മാറ്റാം. ഈ പഹയന ആദ്യം ക്ലീൻ ആക്കണം.
അപ്പോൾ ഗൈസ് ഫൈനലി സെറ്റപ്പ് കഴിഞ്ഞു. എൻ്റെ ഈ കോർണറിലാക്കി ഫാൻ. എനിക്കിപ്പോൾ മൂവ്മെൻറ്റ് ചെയ്യാനും ഭയങ്കര ഈസിയാണ്, ഒരു ടെൻഷനും ഇല്ല. അല്ലെങ്കിൽ ആ ഭാഗത്തു നിന്ന് ഞാൻ പറയില്ലേ ഫുള്ള് എന്താ പറയുക ബെഡിൻ്റെ കാരണം, പിന്നെ അവിടെയും ഇപ്പോൾ ഇഷ്ടംപോലെ സ്ഥലമായി കാരണം അൽമാരി അവിടെ വന്നു. നമ്മൾ ഈ ഒരു വീട് ആദ്യം എടുക്കുമ്പോഴും പിന്നെ സെറ്റപ്പ് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ഇരിക്കും. നമ്മൾ പിന്നെ ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ഒന്നും അല്ലല്ലോ. പക്ഷേ അതനുസരിച്ചിട്ട് ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ട നല്ല ബ്ലറി ബാക്ക്ഗ്രൗണ്ട് കാണില്ല നിങ്ങൾക്ക്, നല്ല രസമില്ല ഇത് ബ്ലറി ബാക്ക്ഗ്രൗണ്ട് കാണാൻ. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ആംഗിളായി ഇവിടുന്ന് എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് ഇവിടുന്ന് ആക്ച്വലി ക്യാമറ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആംഗിളായി. ഇപ്പോൾ ഇത് ഒരു ആംഗിളായി. ഞാൻ ഇനി നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ആംഗിൾസ് കാണിച്ചു തരാം, പിന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ സെറ്റ് ചെയ്യണമെന്നത് കാണിച്ചു തരാം. എൻ്റെ അധികം സാധനങ്ങളില്ല, പക്ഷേ ഉള്ളത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, പിന്നെ ഇതാണ് മെയിൻ ആംഗിൾ. ആക്ച്വലി ഞാനിപ്പോൾ വെബ് ക്യാമിലോ അല്ലെങ്കിൽ എൻ്റെ ഈ ക്യാമറ വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് സംസാരിക്കുന്നത് വെച്ചാൽ ഇതാണ് മെയിൻ ആംഗിൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നല്ല ഡെപ്ത് ഓഫ് ഫീൽഡ് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ബാക്ക് കണ്ട ആ കോർണർ വരെ ഉണ്ട്, പിന്നെ ഇവിടെ കർട്ടനും ഇതൊക്കെ ഉണ്ട്. പക്ഷേ ആ കോർണർ എനിക്കൊന്ന് കുറച്ചൊന്ന് ബ്ലണ്ടാണ് ഇപ്പോൾ, കാരണം ഒന്നും ഇട്ടിട്ടില്ലല്ലോ നമ്മൾ. എന്താ ഞാനവിടെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു സംഭവം, പക്ഷേ ഇപ്പോൾ നമ്മുടെ കയ്യിലില്ല ഒന്നും. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും. ഒരു ബ്ലറി ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നല്ലൊരു എന്ന് വെച്ചാൽ വ്യൂ കിട്ടാൻ. ബെഡൊന്നും ചെയ്യാൻ പറ്റില്ല, ബെഡിൻ്റെ അത് മാറ്റാൻ പറ്റില്ല, വേറൊരു സ്റ്റുഡിയോന് വേണ്ടി ഉണ്ടാക്കുന്ന റൂമൊന്നുമില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമുക്കൊന്ന് അലങ്കരിക്കാം. ഓക്കെ, വീട്ടിൽ ഉള്ള സ്ഥാനം വെച്ച് നോക്കാം. ഇതാണ് യാവിൻ. കാരണം ചെറുപ്പത്തിൽ യാവിൻ ഇങ്ങനെയായിരുന്നു. നമുക്ക് എൻ്റെ കണ്ണൊന്നും തുറന്നിട്ടില്ല. വീട്ടിലുള്ള സാധനം വെച്ചിട്ട് ഞാൻ അലങ്കരിക്കാമെന്ന് പറഞ്ഞാൽ നോക്കട്ടെ. വാട്ടർ ബോട്ടിൽ മാത്രമേ ഉള്ളൂ. Maybe you don't have anything in this one? Pictures or anything more? Huh? What picture? Anything to hang behind? ഇവിടെ ഇപ്പോൾ ഉള്ളത് ഇതൊക്കെ ഓൾറെഡി നമ്മൾ സെറ്റപ്പ് ചെയ്തു നമ്മുടെ വീട്ടിൽ. അവിടെ വെക്കാൻ പറ്റുന്നത് എന്താണ് നോക്കണം. വാട്ട് ടു ഡു. പുറത്തൊരു ചെടിയുണ്ട്. ആ ചെടി ആ മൂലയ്ക്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ആ ചെടി ഉണ്ടല്ലോ, എൻ്റെ അമ്മയെ ഒരു കുരങ്ങൻ വന്നിട്ട് ആകെ കടിച്ച് പൊളിച്ച് ഒരു പരിധി വരെ ആക്കി. ആ മൂലയ്ക്കിൽ നമുക്ക് ആ ചെടി കൊണ്ടുവന്ന് വയ്ക്കാം. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. ഇതിപ്പോൾ താൽക്കാലികമായിട്ടുണ്ടോ ഞാൻ ചെയ്യുന്നത്, കാരണം നാളെ ചെന്നിട്ട് നോക്കട്ടെ കുറച്ച് ഇതൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ. അയ്യോ ചെടി ഇപ്പോൾ ആവിയും കിടക്കുമ്പോൾ അല്ലെങ്കിൽ പാമനെ ചീത്ത പറയും ചെടി ഇതുമ്പോൾ കൊണ്ടു കഴിഞ്ഞാൽ. പക്ഷെ ഇത് നമുക്ക് തൽക്കാലം ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ട് മാത്രം നോക്കാം. നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടും. അയ്യോ ഇത് ഇങ്ങോട്ടേക്ക് ചെറിയ അങ്ങോട്ടേക്ക് അയ്യോ യെസ് ഗുഡ്. തുറന്നു കളയാം. ഇങ്ങനെ കുരങ്ങ വന്ന് ഫുൾ അങ്ങോട്ട് ഇതിൻ്റെ ഷേപ്പ് അങ്ങോട്ട് മാറ്റി. ആൾ വന്നിട്ടുണ്ടല്ലോ ഫുള്ള് കടിച്ച് പിടിച്ച് വലിച്ച് ഇതൊക്കെ പൊട്ടിച്ച് കണ്ട, ഇതൊക്കെ പൊട്ടിച്ച ആൾ. അപ്പോൾ സംഭവം നമ്മുടെ കയ്യിൽ പിക്ചേഴ്സും ഇതൊന്നുമില്ല. അപ്പോൾ ഞാൻ ഫ്രണ്ട് റൂമിൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ലാമ്പില്ലേ അത് കൊണ്ടുവന്നു. കാരണം കുറച്ച് ലൈറ്റിങ് അവിടെ ഉള്ളത്, ഡിമായിട്ടുള്ള ലൈറ്റിങ് ഉള്ളത് നല്ലതാണ്. അപ്പോൾ ഈ ലാമ്പ് പിന്നിൽ വയ്ക്കുക, ചെടീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ലാമ്പിനുണ്ടല്ലോ വയറ് ഭയങ്കര ചെറുത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളതിൻ്റെ കുറച്ചൊന്ന് മുമ്പിലേക്ക് ആക്കുക. ഇപ്പോൾ തൽക്കാലത്തേക്ക് ചെടി തിരിച്ചു വയ്ക്കുക, കാരണം ലാമ്പ് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ചെടിക്ക് സ്ഥലമുണ്ട്. ആ ലൈറ്റ് ചെടിക്ക് കൊള്ളുമ്പോൾ പക്ഷെ ചെടി ബെഡുമ്പോൾ വരണേ, അതാ പ്രശ്നം. ബെഡ് അങ്ങോട്ട് നീക്കാനും പറ്റില്ല, ഭയങ്കര വെയിറ്റ് ചെയ്ത്. ഗൈസ് ഇത് താൽക്കാലികമായ സെറ്റപ്പാണ്. നമ്മൾ അതുകൊണ്ട് ഞാനിത് ഒന്ന് കുറച്ച് പൈസ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ടോൾ ഇതൊക്കെ മേടിക്കും ഞാൻ, ടേബിളൊക്കെ മേടിച്ച്, പിന്നെ നമ്മൾ പിക്ചേഴ്സൊക്കെ മേടിച്ച് ഇതൊന്ന് അടിച്ച് പൊളിക്കാം നമുക്ക്. അപ്പം അതിൻ്റെ ലുക്ക് നല്ല. ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ ഒന്ന് ഇവിടെ ഇരുന്ന് നോക്കട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് എന്തോന്നു എങ്ങനെയുണ്ട്? ഇപ്പോൾ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ഇത് സെറ്റപ്പൊക്കെ നന്നായിട്ടില്ലേ? കുറച്ചും കൂടി ഒന്ന് ഇങ്ങോട്ടാക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഡെപ്ത് ഉണ്ടെന്ന് പിന്നിൽ ഡെപ്ത് ഉണ്ടെന്ന് വെച്ചാൽ നല്ലൊരു ബ്ലറിനെസ് വരും, നല്ല രസമായിരിക്കും അത് കാണാൻ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പം ബേസിക്കലി പിന്നിൽ നമ്മുടെ ഈ ചെടിയും വെറുതെ ഇത് രണ്ടെണ്ണമുള്ളൂ. ഇപ്പോൾ അതിൽ തന്നെ നമുക്ക് ചേഞ്ചസ് കണ്ടുകൂടെ. ഓഫ് കോഴ്സ് നമ്മുടെ ബെഡുണ്ട്, അതിനൊന്ന്
മായ്ച്ച് കളയാൻ നമുക്ക് ഇറേസ് ചെയ്യണം നിങ്ങളുടെ ഇത്. അവിടെ ഒരു നല്ലൊരു 2-3 ഇതും കൂടി വന്നാൽ ഞാൻ ആക്ച്വലി വിചാരിച്ചെന്ന് പറഞ്ഞാൽ ആ കോർണറിൽ ഒരു ബുക്ക് സ്റ്റാൻഡിന് ഉള്ളൊരു സ്ഥലമുണ്ട്. ആ ബുക്ക് സ്റ്റാൻഡ് പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് സെയിം അതുമാതിരി അതിനോട് ചെറിയൊരു ലാമ്പ് കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സെറ്റപ്പായി. അപ്പോൾ ആ കോർണറിൽ ബേസിക്കലി എനിക്ക് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അവിടെ എന്തൊക്കെ നമുക്ക് ലൈറ്റിങ് ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ഞാൻ ചെയ്യാൻ നോക്കും. എന്നുവെച്ചാൽ വാൾ ലൈറ്റ് വരാറില്ല, നമ്മുടെ LED വാൾ ലൈറ്റ്, പിന്നെ കേർട്ടന് വേണ്ടിയിട്ട് തന്നെ LED ത്രൂ ഒരു വാൾ ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പെർമനൻറ്റ് ഫിക്സറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വാൾ വാഷ് ഫിനിഷ് ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു ലൈറ്റിങ് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു രസമായിരിക്കും. ഇപ്പോൾ ഇവിടെ ട്യൂബ് ലൈറ്റ് ഓൺ ആണ്. ആ ട്യൂബ് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ ഫീലിംഗ് എങ്ങനെ വരുന്നത്. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് ലൈറ്റ് വരുമ്പോൾ അത് നമുക്ക് കുറച്ചും കൂടി ഒന്ന്, അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഡ്രാമാറ്റിക് ആക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് സ്റ്റുഡിയോൻ്റെ ആ ലൈറ്റിങ്. സോ ലെറ്റ് സി ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. എനിക്ക് ഇവിടെ നിന്നൊരു കീ ലൈറ്റ് ഉണ്ട്, അപ്പോൾ ആ കീ ലൈറ്റ് എൻ്റെ ഫേസിൽ മേടിക്കുന്നത്. സോ ലെറ്റ് സി ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ സെറ്റപ്പ്. ഫൈനൽ ഇതിന് എനിക്ക് കുറച്ച് സാധനങ്ങൾ നാളെ കുറച്ച് ഷോപ്പിംഗ് ചെന്നിട്ട്, സൺഡേ ആണല്ലോ, നാളെ ഒന്ന് ഷോപ്പിംഗ് ചെന്നിട്ട് 2-3 പിക്ചേഴ്സൊക്കെ മേടിച്ചിട്ട് നമ്മൾ അവിടെ വയ്ക്കാം. ബുക്ക് ഷെൽഫ് പോയി മേടിക്കാൻ പറ്റില്ല, നമുക്ക് നോക്കട്ടെ വില കുറവിന് കിട്ടുന്ന വെച്ചാൽ നല്ല നീളത്തിലുള്ള ഒരു ബുക്ക് ഷെൽഫൊക്കെ മേടിച്ച് അവിടെ കോർണർ വെച്ച് ബുക്ക് ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും കാണാൻ. ഇപ്പോൾ ഈ ലൈറ്റിംഗ് എങ്ങനെയുണ്ട് കാണാൻ എന്ന് വെച്ചാൽ ഈ മൂഡ് എങ്ങനെയുണ്ട് കാണാൻ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, വാട്ട് ഡു യു തിങ്ക്? ഇങ്ങനത്തെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വാട്ട് എവർ യു ഡൂയിങ് പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ടോ ഇറ്റ് ഈസ് ഗുഡ്, റൈറ്റ്? ചീപ്പ് ആൻഡ് ബെസ്റ്റ്. പക്ഷേ നമ്മൾക്ക് ബേസിക്കലി വേണ്ടത് ഈ ഡെപ്ത് ഓഫ് ഫീൽഡ് നമ്മൾക്ക് വേണം. ദൈവം ഇങ്ങനെയും ഞാനൊരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ, കാരണം എനിക്കിപ്പോൾ ക്യാമറ വെക്കാനുള്ള നല്ല ലെങ്ത് ഉണ്ട് ഇവിടെ, അപ്പോൾ അത് കാരണം എനിക്ക് ഇങ്ങനത്തെ ഷോട്ട് എടുക്കാം. പിന്നെ ഇടത്തും കൂടി വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഡെപ്ത് ഓഫ് ഫീൽഡ് എനിക്ക് കിട്ടും. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ എനിക്ക് 2 ആംഗിൾ, നല്ലൊരു 2 ആംഗിൾ എനിക്ക് കിട്ടി. എനിക്ക് ഷൂട്ട് ചെയ്യുന്ന വെച്ചാലും വ്ളോഗ് ചെയ്യുന്ന വെച്ചാലും നിങ്ങളോട് സംസാരിക്കുന്ന വെച്ചാലും അപ്പോൾ നല്ലൊരു ഫീലും കൂടി അതിൽ വരും. സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് ഓൾ അബൌട്ട്. ലൈറ്റിങ്ങും സ്റ്റുഡിയോ സെറ്റപ്പിനും സിമ്പിളായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളുടെ ഫൈനൽ സെറ്റപ്പ്. അവിടെ നിന്ന് ആ മൂലയ്ക്ക് നിന്ന് നമ്മൾ അൽമാരി അങ്ങോട്ടേക്കാക്കി, പിന്നെ നമ്മളുടെ വർക്ക് സ്റ്റേഷൻ ഇങ്ങോട്ടേക്കാക്കി. ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് നമ്മളുടെ ബെഡ്റൂമിൻ്റെ. വേർ ഈസ് മൈ വർക്ക് പ്ലേസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബെഡ്റൂം വർക്ക് പ്ലേസ് ആയിട്ടുണ്ടോ? ഇല്ലല്ലോ, എനിക്കുണ്ട് കേട്ടോ. ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് ഇറ്റ്. ഇത് കണ്ടില്ലേ എന്ത് രസമാണെന്ന് നോക്കിയാൽ, ലൈറ്റിങ്ങും മറ്റതും മറിച്ചതും എല്ലാതും. അപ്പോൾ നമ്മൾ ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്, പക്ഷെ എന്നാലും ഇറ്റ് ലുക്ക് സോ നൈസ് അല്ലേ? ഒന്ന് പറയട്ടെ കമൻറ്റിൽ, ഹൗ ഡു യു ലൈക്ക് ദിസ് സെറ്റപ്പ്? ഹൗ ഡു യു ലൈക്ക് ദ ലൈറ്റിംഗ്, ഓവറോൾ ലുക്ക് ഓഫ് വാട്ട് ഐ ഡിഡ് ടുഡേ? പ്ലീസ് ഷെയർ ഇറ്റ് ഓൺ ദി കമൻറ്റ് ബോക്സ്. ഇത് എപ്പോഴും മഴ ചാറിക്കൊണ്ടിരിക്കുന്നു, ഇതുവരെ നിന്നിട്ടില്ല. ഓൾമോസ്റ്റ് ഇപ്പോൾ 5-6 മണിക്കൂറായി വേണ്ട. അപ്പോൾ നമ്മളുടെ ഫൈനൽ സെറ്റപ്പ് ഇതുമാതിരി ആയിരിക്കും. ആൻഡ് ഐ ഹോപ്പ് യു ലൈക്ക് വാട്ട് യു സീ. ഇത് ചെറിയൊരു സെറ്റപ്പാണ്, ഫൈനൽ അല്ല. ബേസിക്കലി എനിക്കറിഞ്ഞൂടെ എന്താ ഫൈനൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഐഡിയാസ് ഉണ്ട്, ഞാൻ പറഞ്ഞത് എനിക്ക് ഐഡിയാസ് ഉണ്ട്. അവിടെ നിന്ന് കുറച്ചും കൂടി ഒന്ന് ലൈറ്റിംഗ് ഒക്കെ ചെയ്യണം, പിന്നെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഒന്നൊക്കെ ഫില്ല് ചെയ്യണം. അപ്പോൾ once I get that, I'll keep on updating you also. If you think you like this video, please consider subscribing, liking and commenting on this video also. Pinna, if you think this has been helpful to you, please താഴെ ഉണ്ടല്ലോ ഒരു ചെറിയ സൂപ്പർ താങ്ക്സിൻ്റെ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഡൊണേറ്റ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് amount to me, which will help me come up and make more videos like this. എന്നെ മോട്ടിവേറ്റും കൂടി ചെയ്തിരിക്കും. അപ്പോൾ കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ബൈ.